ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബ്രാൻഡിംഗ് പാക്കേജുകൾ നമുക്ക് എങ്ങനെ മോക്കപ്പ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടുതലായി ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ ചെയ്യാൻ എടുക്കുന്ന ലോഗോ. ഈ ലോഗോ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ തീർച്ചയായും അത് വാച്ച് ചെയ്യുക. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഫസ്റ്റ് നമ്മൾ ഏതിലാണോ ലോഗോ വർക്ക് ചെയ്തത്, ഇല്ലുസ്ട്രേറ്റർ കൊറോൾഡ്രോയിലായിക്കോട്ടെ, അതിന് EPS ആയിട്ട് സേവ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ അതിൽ കാണിക്കും. EPS ആയിട്ട് നമ്മൾ എന്തിനാണ് സേവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെസൊല്യൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ EPS ആയിട്ട് സേവ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് മോക്കപ്പ് ഫയൽസ് ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ലൊരു 3 മോക്കപ്പ് ഫയൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. അതിൽ ഒരു PSD ഫയലുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമുക്കത് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും, വുഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ലോഗോ ഇതിൽ ഓൾറെഡി ഉണ്ട്. ഇതിനെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെയർ ബോക്സിലായിട്ട് ഏറ്റവും മുകളിൽ യുവർ ലോഗോ ഹിയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ടാബ് തൊട്ടപ്പുറത്ത് തുറന്നു വരും. അതിലുള്ള ലോഗോനെ നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോഗോ ഏതാണോ അത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് റേസ്റ്ററൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ മതി. തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ലോഗോ മോക്കപ്പ് ആയിട്ട് കിട്ടും. നമ്മുടെ ലോഗോ ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഫിനിഷ് ആകും. വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ PSD ഫയൽസ് ഒക്കെ തരുമ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടോട് കൂടി സെറ്റായിട്ടായിരിക്കും തരിക. ഇതിപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ലോഗോ മോക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലോഗോ പ്രസൻറ്റ് ചെയ്യാം. അതായത് പോർട്ട്ഫോളിയോയിലും മറ്റ് കമ്പനികൾക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. ധൈര്യമായിട്ട് അയച്ചു കൊടുക്കാം. നമ്മൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ റിയാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്കപ്പ് ചെയ്തെടുക്കുന്നത്. മോക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് വളരെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ മോക്കപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു കണ്ടന്റുമായി ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ.